അങ്ങനെ ഏറെ അനിശ്ചിതത്വത്തിനൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയായി. കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വരെയുള്ള മാനസികാവസ്ഥയിലല്ല ഇന്ന്. ആവേശം കൂടി, മുദ്രാവാക്യങ്ങൾ കൂടുതൽ ഉച്ചത്തിലായി. ഒരാളുടെ രംഗപ്രവേശനമാണ് ഈ മാറ്റത്തിന് കാരണം. ഏറെ നിർണായകമായ വടകര പോരിൽ തട്ടി കോൺഗ്രസ് വിയർത്തപ്പോൾ വെല്ലുവിളി ഏറ്റെടുത്ത മുരളീധരൻ അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരുടെ താരമായി. വടകരയിലും വയനാട്ടിലും തർക്കങ്ങൾ മുറുകിയപ്പോൾ കോൺഗ്രസിനെതിരെ വ്യാപക ട്രോളുകളായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലും മിനിമം നടത്തേണ്ട ഹോംവർക്കെങ്കിലും നേതൃത്വം നടത്തിയില്ലേ, ഒരു തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി നേതൃത്വത്തിനില്ലേ എന്ന് അണികളടക്കം ചോദിക്കാൻ തുടങ്ങിയ സമയം. പ്രവർത്തകരുടെ ആ നിരാശയ്ക്കിടയിലാണ് മുരളീധരൻ ഇപ്പോൾ ആവേശത്തോടെ എത്തുന്നത്. വടകരയിൽ മുല്ലപ്പള്ളി പിൻവാങ്ങി ദുർബല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് പ്രവർത്തകരുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് നേതൃത്വത്തിന് തിരുത്തേണ്ടി വന്നത്. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ UDF-ലെ എല്ലാവരും RMPയും സ്വാഗതം ചെയ്തു. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം തോൽവി ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായി മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം മാറും. ഇന്നലെ വരെ മ്ലാനമായിരുന്നു വടകരയിലെ UDF ക്യാമ്പ്. സ്ഥാനാർത്ഥികളായി ഉയർന്നുവന്ന ചില പേരുകൾക്കെതിരെ ആയിരക്കണക്കിന് ഇമെയിലുകൾ മണ്ഡലത്തിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് പ്രവഹിച്ചു. കരുത്തരെത്തിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്ക് കാത്തുനിന്ന മണ്ഡലത്തിൽ ഒടുവിൽ കെ മുരളീധരൻ എത്തുമെന്നറിഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം അണപൊട്ടി. പ്രതിസന്ധികൾ നേരിടാൻ മനക്കരുത്തുള്ള നേതാവിനെയാണ് ലഭിച്ചതെന്ന KPC നിർവാഹക സമിതി അംഗം ഐ മൂസയുടെ വാക്കുകൾ തന്നെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം പ്രകടമാണ്. അത് വടകരയിലെ UDF-ന്റെ പ്രവർത്തകന്മാർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഊണും ഉറക്കുമൊഴിഞ്ഞ് മുരളീധരനെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വടകരയിൽ നടക്കുന്ന പോരാട്ടം രാഷ്ട്രീയപരമായ പോരാട്ടമാണ്. ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ അക്രമത്തിനെതിരെ, കൊലപാതകത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വടകരയെ സമാധാനം ആഗ്രഹിക്കുന്ന, സംഘർഷമില്ലാത്ത, കലാപമില്ലാത്ത ഒരു സാഹചര്യം ആഗ്രഹിക്കുന്ന സർവ്വ ജനവിഭാഗങ്ങളും ഞങ്ങളെ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് മുരളീധരൻ്റെ ഈ സ്ഥാനാർത്ഥിത്വത്തെ വടകരയിലെ UDF-ഉം കോൺഗ്രസ് പ്രവർത്തകന്മാരും അത്യന്തം ആഹ്ലാദത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. വാർത്ത വന്ന ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ കെ മുരളീധരന് അഭിവാദ്യമർപ്പിച്ച് വടകരയിൽ പ്രകടനം തുടങ്ങി. വടകരയിൽ കോൺഗ്രസ് ദുർബലരായ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതറിഞ്ഞ് ആശങ്കയിലായ RMPയ്ക്കും ആശ്വാസമായിരുന്നു മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. വൈകിയാണെങ്കിലും കോൺഗ്രസ് ഉയർന്നു എന്നത് സ്വാഗതാർഹമാണ്. RMPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ജയരാജന്റെ തോൽവി ഉറപ്പുവരുത്താൻ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് സ്ഥാനാർത്ഥിത്വം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കിയല്ലേ പിന്തുണക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, ജയരാജന്റെ തോൽവി എന്നത് കേരളത്തിലെ, പ്രത്യേകിച്ചും കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന നിലക്ക് ജയരാജനെ തോൽപ്പിക്കുക എന്നത് സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് RMPയായി ഈ ഏകപക്ഷീയമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിറവേറ്റിയിട്ടുള്ളത്. അങ്ങേറ്റം സന്തോഷകരമാണ് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. കെ മുരളീധരന്റെ വരവോടെ കോൺഗ്രസ് പ്രവർത്തകരുടെ നിരാശ ആവേശത്തിന് വഴിമാറിയിരിക്കുന്നു. ജയരാജനെ പേടിച്ച് നേതാക്കൾ ഓടി ഒളിച്ചു എന്ന പഴി കേൾക്കാതെ ഇനി പ്രചാരണത്തിനിറങ്ങാം എന്ന ആത്മവിശ്വാസത്തിലാണ് വടകര മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. മുരളീധരന്റെ വരവ് സമീപ മണ്ഡലങ്ങളിലും നേട്ടമാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ കണക്കുകൂട്ടുന്നു. ഇതോടെ വടകര ഈ തെരഞ്ഞെടുപ്പിലെ താരപോരാട്ടത്തിന് വേദിയാവുകയാണ്. നിർണായകമായ ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ മുരളീധരൻ പ്രവർത്തകരുടെ താരവും. ഇതുവരെ മുരളീധരന് കിട്ടിയ സ്ഥാനങ്ങളിലെല്ലാം ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, കെയർ ഓഫ് കെ കരുണാകരൻ എന്ന മേൽവിലാസം. 1989 കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയാവാൻ പോയപ്പോൾ മുതൽ കിട്ടിയ പദവികളിലെല്ലാം ആ വിലാസം കൂടി കോൺഗ്രസുകാർ തന്നെ എഴുതി ചേർത്തു. 2011 വട്ടിയൂർക്കാവിൽ സീറ്റ് കൊടുക്കുമ്പോൾ പോലും പഴയ കരുണാകരന്റെ മകൻ എന്ന് നേതാക്കൾ ആവർത്തിച്ചു. ആ നേതാക്കളെല്ലാം ഇന്ന് മുരളീധരനെ വിളിച്ചു. കരുണാകരന്റെ മകൻ എന്ന നിലയിലല്ല, കെ മുരളീധരൻ എന്ന വിലാസത്തോടെ വടകരയിലേക്ക് വരണം എന്നായിരുന്നു അഭ്യർത്ഥന.
മത്സരിക്കാൻ തയ്യാറാണോ എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചോദിച്ചു. പാർട്ടിക്ക് വേണ്ടി ശക്തമായൊരു പോരാട്ടം നടത്താൻ തയ്യാറാണ് എന്ന് ഞാൻ അവരെ അറിയിച്ചു. വടകര നിയോജക മണ്ഡലത്തിലാണ് മത്സരിക്കാൻ തയ്യാറാണ് എന്നോട് ചോദിച്ചത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാനും വടകരയിൽ 10 വർഷം KPC പ്രസിഡന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരാനും പാർട്ടി തയ്യാറാണോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യം നിർവഹിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതുമാത്രമേ എനിക്കറിയൂ. വടകരയിൽ മത്സരിക്കാനിറങ്ങുന്ന മുരളിക്ക് വേണ്ടി തിരുവനന്തപുരത്തുണ്ടായ ആവേശമാണ് ഈ കഥയുടെ ക്ലൈമാക്സ്. കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അസാധാരണ നിമിഷം എന്ന് പറയാം. CPM-നെയും BJP-യെയും വാക്വിലാസം കൊണ്ട് അമ്മാനമാടി നടന്ന വർഷങ്ങളിലൊന്നും കിട്ടാതിരുന്ന സ്നേഹമാണത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ദേശീയ നേതാവ്, നമ്മുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിയോജക മണ്ഡലത്തിൽ ഒരു തോക്ക് ഫാക്ടറിക്ക് തറക്കല്ലിടാൻ ചെന്നു. അങ്ങനെ തറക്കല്ലിടാൻ ചെന്നപ്പോ സ്ഥലം MP ആയിട്ട് രാഹുൽ ഗാന്ധിയെ അറിയിച്ചില്ല. അദ്ദേഹത്തിന് ആ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങളുടെ MP ശുപാർശ ചെയ്തിട്ടല്ല ഈ തോക്ക് ഫാക്ടറി ഇവിടെ നൽകുന്നത്. ഇവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫാക്ടറി നൽകുന്നത്. അല്ല, പരാജയപ്പെട്ട സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയോട് പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഈ വേദിയിൽ പറയുന്നു. അപ്പൊ സ്മൃതി ഇറാനി പറഞ്ഞത് കൊണ്ടാണ് തോക്ക് ഫാക്ടറി നൽകുന്നത്, അല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടല്ല. ഇത്രയും അല്പനായൊരു പ്രധാനമന്ത്രി, ഞാൻ ആ വാചകം അടിവരയിട്ട് പറയുന്നു, ഇത്രയും അല്പനായ പ്രധാനമന്ത്രി, കള്ളത്താടി, ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് അപമാനം. ഇയാളെ ചവിട്ടി പുറത്താക്കാൻ കേരളീയർക്ക് കിട്ടുന്ന സുവർണ അവസരമാണ് ഏപ്രിൽ 23-ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. വടകരയിൽ മുരളി ജയിക്കുമോ തോൽക്കുമോ എന്ന ചോദ്യത്തിന് ജനം മെയ് 23-ന് ഉത്തരം പറയും. പക്ഷേ കോൺഗ്രസിലെ കളിയിൽ മുരളി ഒറ്റ തീരുമാനം കൊണ്ട് 2 വെള്ളപ്പാട് മുന്നിലെത്തിക്കഴിഞ്ഞു. ഗ്രൂപ്പുകൾക്കെല്ലാം അതീതനായ നിലയിലാണ് ഇപ്പോഴത്തെ നിൽപ്പ്. വിശാല I ഗ്രൂപ്പിലാണ് സ്ഥാനമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കും K സുധാകരനും VD സതീശനുമൊക്കെ നിറഞ്ഞു നിന്ന ഗ്രൂപ്പിൽ മുരളി നിശബ്ദനായിരുന്നു. അച്ഛൻ K കരുണാകരന്റെ രാഷ്ട്രീയ ശത്രുവായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു കഴിഞ്ഞ 10 വർഷമായി മുരളീധരന്റെ രക്ഷകൻ. പക്ഷേ A ഗ്രൂപ്പിലും മുരളിക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. അവിടെയാണ് വലിയൊരു കസേര മുരളിക്ക് താളത്തിൽ വെച്ച് നേതാക്കൾ എല്ലാവരും ചേർന്ന് കൊടുത്തത്. ക്രൗഡ് പുള്ളർ പ്രാസംഗികൻ എന്ന നിലയിൽ മാത്രമല്ല, അധികാരമുള്ള നേതാവ് കൂടിയായി വളരാനുള്ള അവസരം. എന്താണ് ഇങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത്? അതായത് വടകരയിൽ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ 2-3 ദിവസങ്ങളായിട്ട് അവിടെ വളരെ വ്യാപിച്ചു. പല സ്ഥാനാർത്ഥികളുടെ പേരുകൾ അവിടെ പ്രചരിച്ച സമയത്ത് ഇവരൊന്നും പോരാന്നുള്ള അഭിപ്രായമുണ്ട്. സത്യത്തിൽ അവരൊക്കെ ധാരാളം മതി, പക്ഷേ ഒരു പരീക്ഷണത്തിന് ആരും തയ്യാറായിരുന്നില്ല. അപ്പോൾ ഹൈക്കമാൻഡും പറഞ്ഞു നല്ല പോരാട്ടം നടത്തണം, KPC പ്രസിഡൻ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെ വടകരയിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചയിലൊന്നും ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ല. കാരണം എൻ്റെ പേര് വയനാട്ടിലേക്ക് പരിഗണിച്ചു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അത് വേണ്ട, കാരണം വടകര UDFൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. ആ കോട്ടയിൽ ഒരു MLA ആയിട്ടുള്ള ഞാൻ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലാത്തവർ വരട്ടെ, അല്ലാത്തവർക്ക് മത്സരിക്കാനും വിജയിക്കാനും ഒക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ വട്ടിയൂർക്കാവുകാരോട് ഞാൻ എന്ത് പറയും, ഇത്ര ഒരു ഉറപ്പുള്ള സീറ്റിലേക്ക് നിങ്ങൾ എന്തിനാണ് പോയത് എന്നവർ ചോദിക്കില്ലേ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇവിടെ വടകരയെ സംബന്ധിച്ച് വരുമ്പോൾ ശക്തമായൊരു പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. ഒരു ഭാഗത്ത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ജനാധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇതൊരു ചലഞ്ചാണ്. ഇത് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്ന കാലത്ത് ശ്രീ ശശി തരൂരിൻ്റെ ഇലക്ഷൻ കൺവെൻഷനിൽ വെച്ച് ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചു ഇങ്ങനൊരു, കാരണം സീനിയേഴ്സ് വേണമെന്ന് ഹൈക്കമാൻഡ് പറയുന്നു, എന്താണ് മുരളിയുടെ അഭിപ്രായം, മുരളിക്ക് നിൽക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യാം.
രമേശ് ചെന്നിത്തല എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു താല്പര്യമുണ്ടോ. ഞാൻ പറഞ്ഞു താല്പര്യമില്ല, പക്ഷേ പാർട്ടി ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് എങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും KPCC പ്രസിഡൻ്റായിട്ട് സംസാരിച്ചു. പ്രസിഡൻറ്റിന് അദ്ദേഹത്തിന് ആഗ്രഹം ഞാൻ മത്സരിക്കണം എന്നായിരുന്നെങ്കിലും എന്നോടത് പറയുമ്പോൾ ഞാനത് ഏത് സെൻസിലെടുക്കുന്നൊരു ചെറിയ സംശയമുള്ളതുകൊണ്ടാണ് എന്നോട് നേരിട്ട് അദ്ദേഹം സംസാരിക്കാൻ. പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമായി. അങ്ങനെ ഈ 3 നേതാക്കന്മാരും കൂടി ഇരുന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു. അതനുസരിച്ചാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയെ പോകുമ്പോൾ എന്താവും അവിടെ പ്രധാനമായി മുന്നോട്ട് പോകുന്ന മുദ്രാവാക്യം? 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിലൊരു സ്റ്റേബിൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള വോട്ട്, അത് കോൺഗ്രസിനെ കഴിയും. 2, കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത്. 3, വടകരയിലെ വികസന പ്രവർത്തനം. ഈ 3 വിഷയങ്ങൾ ഊന്നിക്കൊണ്ടാണ് അവിടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വടകരയ്ക്ക് ഇപ്പോൾ ഒരു സവിശേഷ പ്രാധാന്യം വന്നത് P. ജയരാജൻ സ്ഥാനാർത്ഥിയായതോടുകൂടിയാണ്. ജയരാജൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 89-ൽ ഷിബി ചിവാവയായിട്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഞാൻ ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ശിശുവാണ് ഇലക്ഷനിൽ നിൽക്കുന്നതെന്ന് പോലും പലരും കളിയാക്കി. അന്ന് കാർട്ടൂണിൽ എന്നെ ഒരു കുട്ടിയായിട്ട് ചിത്രീകരിച്ച് എൻ്റെ വായിൽ ഫീഡിങ് ബോട്ടിൽ വെച്ച് തന്ന ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ ഏതാണ്ട് 30,000 വോട്ടിന് ജയിച്ചു. അപ്പോൾ ഞാനൊരിക്കലും എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഒരിക്കലും ഞാൻ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും വിമർശിച്ചിട്ടില്ല. ഞാൻ P. ജയരാജന് ഇന്നലെ വരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നോട് സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞപ്പോൾ ഇനി കാര്യങ്ങൾ വടകരയിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് യാതൊരു പരാമർശവും ഞാൻ നടത്തില്ല. ജനങ്ങൾക്കറിയാം, 2 പേരെയും കുറിച്ച് ജനങ്ങൾക്കറിയാം. അത് അവർ വോട്ടായിട്ട് മാറ്റട്ടെ. ചോദ്യങ്ങൾ പലതുണ്ട്. സ്വയം കുഴിച്ച കുഴികളിലാണ് മുരളി ഇതുവരെ വീണിട്ടുള്ളത്. ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി വന്ന തിരിച്ചടികളെക്കാൾ ആഘാതമുണ്ടാക്കുന്നതായിരുന്നു സ്വയമുള്ള വീഴ്ചകളെല്ലാം. അച്ഛന്റെ വിലാസത്തിൽ തന്നെ കിട്ടിയതാണ് 89-ലെ കോഴിക്കോട് ലോക്സഭാ സീറ്റ്. അത്തവണയും പിന്നെ 91-ലും ജയിച്ചു കയറിയ മുരളീധരൻ എന്തുകൊണ്ട് 96-ൽ തോറ്റു? ഒറ്റ കാരണമേ ഉള്ളൂ. അച്ഛൻ കരുണാകരൻ തൃശൂരും മകൻ മുരളീധരൻ കോഴിക്കോട്ടും മത്സരിച്ചതോടെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിച്ചു. പിന്തുടർച്ചാ രാഷ്ട്രീയത്തിനപ്പുറം സ്വന്തമായി വിലാസമുണ്ടാക്കാൻ കഴിയാതെ പോയതിലുള്ള വീഴ്ചയാണത്. പക്ഷേ 99-ൽ മുരളി വീണ്ടും പാർലമെന്റിലെത്തി. അവിടെ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള എടുത്തുചാട്ടത്തിലായിരുന്നു ആദ്യത്തെ പിഴവ്. കരുണാകരനും മകനുമെതിരെ കോൺഗ്രസിലെ ചെറുതും വലുതുമായ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചു. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ മുരളി CPM-നെതിരെ പറഞ്ഞ രാഷ്ട്രീയമൊന്നും ആരും ശ്രദ്ധിച്ചുമില്ല. മന്ത്രിസ്ഥാനത്തേക്കുള്ള മുരളിയുടെ ചാട്ടമായിരുന്നു അന്നത്തെ പിഴവ്. MLA അല്ലാതെ മന്ത്രിയായ മുരളി വടക്കാഞ്ചേരിയിൽ തോറ്റു. പിന്നെ DIC, അതിനുശേഷം NCP. കരുണാകരൻ കോൺഗ്രസിലേക്ക് പോയിട്ടും NCP-യിൽ തുടർന്ന കാലം. 2009-ൽ വയനാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ദയനീയ തോൽവി. തിരികെ കോൺഗ്രസിലെത്തിയ മുരളിക്ക് വച്ചു നീട്ടിയത് വട്ടിയൂർക്കാവ് സീറ്റായിരുന്നു. അവിടെ ജയിച്ചു കയറിയ മുരളി കഴിഞ്ഞ 8 വർഷക്കാലവും വലിയ കലാപങ്ങൾക്കിറങ്ങാത്ത നേതാവായിരുന്നു. വാക്വിലാസം CPM-നെതിരെ മാത്രമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ ലോക്സഭയിൽ ശ്രീ ശശി തരൂർ ഉൾപ്പെടെ 44 MP-മാരാണ് വിജയിച്ചത്. കാലാവധി അവസാനിക്കുമ്പോൾ 48 MP-മാരാണ് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കോൺഗ്രസിന്. ഇതിലാരെങ്കിലും ഒരാൾ പോയിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ സംഖ്യയായിട്ടുണ്ടോ? പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വിശാലമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്. 29 സ്റ്റേറ്റിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ ഈ പാർട്ടിക്ക് പേരില്ലേ? അവിടെയൊക്കെ 1 2 പേര് അവിടെ ഇവിടെയും പോയി എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നമ്മളെ ബാധിക്കും. ഇങ്ങനെയുള്ള 1 2 പേര് പോയാൽ എല്ലാ കോൺഗ്രസ്സുകാരും സംഖ്യകളാവുകയാണ്. രണ്ടാമതാണ് CPM-നോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 2004 20-ൽ 18 പേരും കൊണ്ടുപോയല്ലോ ഡൽഹിയിലേക്ക്. ആദ്യം ഇവിടെ PK ജയിച്ചു, പിന്നെ പന്ന്യൻ രവീന്ദ്രൻ ജയിച്ചു. അന്ന് ഇലക്ഷൻ കാലത്ത് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഡൽഹിയിൽ ചെന്നാൽ UPA സഖ്യത്തിന് പിന്താങ്ങാം. ആദ്യത്തെ 3.5 കൊല്ലം പിന്താങ്ങി. പിന്നെ എന്തായാലും അവസാനത്തെ 1.5 കൊല്ലം നിരന്തരം BJP-യോടൊപ്പം വോട്ട് ചെയ്ത് മൻമോഹൻ സിംഗ് സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കിയില്ലേ? ആ ചരിത്രം മറന്നോ? അപ്പോൾ UPA സഹായിക്കാമെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് വോട്ട് വാങ്ങിപ്പോയി ഡൽഹിയിൽ ചെന്നപ്പോൾ 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആണവ കരാറിന്റെ പേര് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ നോക്കിയവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP-മാരെന്നുള്ള സത്യം ഇന്നും നമ്മൾ ഓർക്കുക.
ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിലെ ജനകീയ നേതാവായി മുരളി മാറുമോ എന്നതാണ് ചോദ്യം. അതിനെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും KC വേണുഗോപാലുമൊക്കെ അടങ്ങുന്ന നേതൃനിര എങ്ങനെ സ്വീകരിക്കും എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അഭിമാനമാണെന്നാണ് പത്മജ പറഞ്ഞത്. ജയവും തോൽവിയുമല്ല വിഷയം. പലരും മടിച്ചു നിന്നപ്പോൾ ധൈര്യപൂർവ്വം മത്സരിക്കാൻ മുരളി സന്നദ്ധത അറിയിച്ചു. കെ കരുണാകരന്റെ മകനാണ് താനെന്ന് കെ മുരളീധരൻ കാണിച്ചു തന്നുവെന്നും പത്മജ പറഞ്ഞു. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി. കാരണം പലരും മടിച്ചു നിന്നൊരു സ്ഥലത്ത് വളരെ ധൈര്യപൂർവ്വം ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയാണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിച്ചത്. കാരണം കോൺഗ്രസിനൊരു ക്ഷീണം വരുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പം ആ അച്ഛൻ്റെ മകനാണ് താനെന്ന് ഒരിക്കൽ കൂടെ കെ മുരളീധരൻ തെളിയിച്ചു. അതൊരു വലിയ കാര്യമാണ്. ജയം തോൽവിയൊന്നും ഇതിൽ പ്രശ്നമില്ല. ജയിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇതിനിറങ്ങിയിട്ടുള്ളത് അദ്ദേഹം. പിന്നെ അദ്ദേഹം നല്ലൊരു ഫൈറ്ററാണ്, നല്ലോണം ഫൈറ്റ് ചെയ്യും. അത് പിന്നത്തെയൊന്നും നോക്കില്ല. ആരാണ് എതിരാളി എന്ന് പോലും അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എതിരാളി ഇന്ന ആളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനൊക്കെ നോക്കുമായിരിക്കും. പക്ഷെ അതിലൊന്നും പേടിക്കുന്ന ആളുകളല്ല. നമ്മളൊക്കെ ഇതിനേക്കാളും വലിയ എതിരാളികളൊക്കെ കുട്ടിക്കാലം തൊട്ട് കണ്ടിട്ടുള്ളതാണ്. കെ മുരളീധരന്റെ ഈ വരവ് കോൺഗ്രസിന്റെ മാസ്റ്റർ സ്ട്രോക്കാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വിശേഷിപ്പിച്ചു. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്, സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ പേര് ഇന്നലെ വളരെ വിശദമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയതാണ്. ഞാൻ അദ്ദേഹത്തോട് പല വട്ടങ്ങൾ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാണ്. നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ സംസാരിച്ച അദ്ദേഹത്തോടായിരുന്നു. അദ്ദേഹം ഒരർദ്ധസമ്മതമാണ് മൂളിയത്. പക്ഷെ ഇന്ന് അദ്ദേഹം എല്ലാം ആലോചിച്ച ശേഷം അദ്ദേഹം മത്സരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പലരും മടിച്ചു നിന്നപ്പോൾ ധൈര്യപൂർവ്വം പോരാട്ടത്തിന് എത്തുന്നത് തന്നെയാണ് കോൺഗ്രസുകാരുടെ മനസ്സിൽ ഇപ്പോൾ മുരളീധരന് താരപരിവേഷം ലഭിക്കാൻ ഇടയാക്കുന്നതും. തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തു തന്നെയായാലും പട്ടിക അന്തിമമായി എങ്കിലും തർക്കങ്ങൾക്കൊടുവിലെ പൊട്ടലും ചീറ്റലും ഇപ്പോഴും കോൺഗ്രസിൽ ബാക്കിയാണ്. കാസർകോട്ടെ കോൺഗ്രസ് ക്യാമ്പിലെ പൊട്ടിത്തെറിക്ക് താൽക്കാലിക പരിഹാരമായി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലും സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള തർക്കം KPCC ഇടപെടലിനെ തുടർന്ന് പരിഹരിച്ചു. കാസർകോട് DCC പ്രസിഡന്റിനെതിരെ കടുത്ത നിലപാടാണ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വീകരിച്ചത്. കാസർകോട് എത്തിയത് മുതൽ തന്നിഷ്ടപ്രകാരം പരിപാടികൾ നിശ്ചയിച്ച ഹക്കീം കുന്നിലിന്റെ സമീപനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം പ്രചരണ പരിപാടികളിൽ നിന്നും ഉണ്ണിത്താൻ മാറി നിന്നിരുന്നു. വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന നേതൃത്വം KP കുഞ്ഞിക്കണ്ണൻ, CK ശ്രീധരൻ എന്നിവരെ പ്രശ്നത്തിൽ ഇടപെടാൻ നിയോഗിച്ചു. എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. കാസർഗോഡ് ഒരു പ്രശ്നമില്ല. ഞാനിന്നും കാസർഗോഡ് നേതാക്കന്മാരെയൊക്കെ സംസാരിച്ചിരുന്നു, സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ സ്ഥാനാർത്ഥി നിങ്ങൾ നോക്കൂ, വെയിറ്റ് ആൻഡ് സീ. ആ സ്ഥാനാർത്ഥി നല്ല വോട്ടിന് വിജയിക്കാൻ പോകുന്നു. നിലപാട് തിരുത്തുന്നില്ല എങ്കിൽ മത്സരിക്കാനില്ല എന്ന് ഉണ്ണിത്താൻ അറിയിച്ചതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടത്. അടിയന്തര യോഗത്തിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. UDF നിശ്ചയിക്കുന്നതിനനുസരിച്ച് പ്രചാരണം നടത്താൻ യോഗത്തിൽ ധാരണയായതായി ഉണ്ണിത്താൻ പറഞ്ഞു. ഇന്നലെ എനിക്കുണ്ടായ പോലെ ബുദ്ധിമുട്ട് കാസർകോട്ടെ മാധ്യമ പ്രവർത്തകർക്കുണ്ടായി. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നിങ്ങളും ഞാനും അക്കാര്യത്തിൽ തുല്യ ദുഃഖിതരാണ്. കാരണം എനിക്കും നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഒരു മിനറൽ വാട്ടർ പോലും നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല. ഞാൻ അതീവ ദുഃഖിതനാണ് അക്കാര്യത്തിൽ. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. ആ മാനുഷികമായ മൂല്യം പാലിക്കാൻ സാധിക്കാതെ വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പരസ്യമായി അക്കാര്യത്തിൽ മാപ്പ് ചോദിക്കുന്നു. ഇന്ന് ഈ യോഗം കൂടാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആ നിങ്ങൾക്കറിയാവുന്ന കാരണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനാണ് ഇന്ന് യോഗം കൂടിയതും പരിഹാരമുണ്ടാക്കിയതും. നാളെ മുതൽ ഈ UDF കമ്മിറ്റി നൽകുന്ന ഷെഡ്യൂൾ അനുസരിച്ച്, അപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഒരു സ്വല്പസമയം വിശ്രമിക്കാനൊക്കെ അവർ തന്നിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് നീങ്ങൂ. വിജയം സുനിശ്ചിതമാണ്. അതേസമയം DCC പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ എതിർപ്പ് ഇപ്പോഴും തുടരുന്നത് UDF നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. സീറ്റ് നിഷേധിച്ചതോടെ അസംതൃപ്തിയിലായിരുന്ന KV തോമസിനെ ഹൈക്കമാൻഡ് ഇടപെട്ട് അനുനയിപ്പിച്ചു. KV തോമസിന് മുന്നിൽ 2 നിർദ്ദേശങ്ങളാണ് കേന്ദ്ര നേതൃത്വം വെച്ചത് എന്നറിയുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പദമോ UDF കൺവീനർ സ്ഥാനമോ നൽകാമെന്നാണ് വാഗ്ദാനം. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. അർഹമായ പരിഗണന ലഭിക്കുമെന്ന് സോണിയാഗാന്ധി ഉറപ്പു നൽകിയതായി KV തോമസ് പറഞ്ഞു. എനിക്കുള്ളൊരു അംഗീകാരം പാർട്ടി നടത്തും എനിക്ക് ബോധ്യമുണ്ട്. എന്നോട് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സീറ്റ് കിട്ടാത്തതിലല്ല, എന്നോടൊരു വാക്ക് പറയാമായിരുന്നു, പറഞ്ഞില്ല എന്നുള്ളതിന് എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ഈ കുടുംബത്തിലൊരാളാണ്. എല്ലാ ക്രൈസിസിലും കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ കെ കരുണാകരനോടൊപ്പം നിന്നൊരാളാണ്. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകുമ്പോൾ വ്യക്തമാകുന്ന ഒന്നുണ്ട്: സംസ്ഥാന കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിക്കുള്ള അപ്രമാദിത്വം. ഇതിന്റെ തെളിവാണ് വയനാട്ടിലെ T സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം.
കരുണാകരൻ ആന്റണി ഗ്രൂപ്പ് പോരിന്റെ കാലത്തുള്ളതുപോലുള്ള നീക്കങ്ങൾക്കൊടുവിലാണ് സിദ്ദിഖ് മത്സരിക്കാനെത്തുന്നത്. വയനാട് സീറ്റിനപ്പുറമുള്ള ഒരു ഒത്തുതീർപ്പിന് സിദ്ദിഖിനും ഉമ്മൻചാണ്ടിക്കും കഴിയുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം വന്ന പേര് KC വേണുഗോപാലിന്റേതായിരുന്നു. അതിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതി. പിന്നെയും പല പേരുകളും വന്നു. ഷാനിമോൾ ഉസ്മാനും KP അബ്ദുൾ മജീദുമെല്ലാം. പിന്നാലെ AK ആന്റണിയുടെയും സുധീറിന്റെയും വിശ്വസ്തനായിരുന്ന മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ പേരുമെത്തി. KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒപ്പം നിർത്തി സിദ്ദിഖ് നടത്തിയ നീക്കങ്ങളാണ് ഒടുവിൽ വിജയം കണ്ടത്. കോഴിക്കോട് ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാരെയും ബ്ലോക്ക് സെക്രട്ടറിമാരെയും കൊണ്ട് നിവേദനം തയ്യാറാക്കി ആദ്യം മുകുൾ വാസ്നിക്കിന് നൽകി. വയനാട്ടിലേക്ക് ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റിയെ കൊണ്ട് പ്രമേയം പാസാക്കിപ്പിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തും സിദ്ദിഖിനു വേണ്ടി രംഗത്തെത്തി. വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നതോടെ വയനാട് സിദ്ദിഖിന് ലഭിച്ചു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു ദശാബ്ദക്കാലം പ്രതിനിധീകരിച്ച് അവിടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുമായിരുന്ന ബഹുമാന്യനായ ശ്രീ ഷാജിക്കയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ട്, ഇത്തയെ കണ്ട്, മകനെ കണ്ട്, കുടുംബത്തെ കണ്ട് പ്രചരണ പരിപാടികളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിച്ചത്. കയ്യിലിരുന്ന സീറ്റാണ് ഐ ഗ്രൂപ്പിന് നഷ്ടമായത്. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയുമായുള്ള ചർച്ച പൂർത്തിയാക്കും മുമ്പ് ഇറങ്ങിപ്പോയ രമേശ് ചെന്നിത്തലയുടെ തീരുമാനത്തിലുണ്ട് ഐ ഗ്രൂപ്പിന്റെ അനിഷ്ടം മുഴുവൻ. ഏതായാലും ഇടതുമുന്നണിയുടെയും UDFന്റെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ കടുത്ത പോരാട്ടം ഉറപ്പായി. കളത്തിൽ ഇറങ്ങുന്നത് 9 MLA-മാരാണ്. ആറിടത്ത് സിറ്റിംഗ് MP-മാരെ MLA-മാർ നേരിടുന്നു. മത്സരിക്കുന്ന 40 സ്ഥാനാർത്ഥികളിൽ ഇതുവരെ MLA-യോ MP-യോ ആകാത്തത് 7 പേർ മാത്രമാണ്. വിജയിക്കാനുറച്ച് ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പോരാട്ടം കടുക്കുമെന്നുറപ്പായി.